പാഠം 869. ശർക്കരയും പഞ്ചസാരയും പിന്നെ ഒരു സിനിമയും. ടെലിവിഷൻ സീരിയലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നു. വിവിധ ചാനലുകളിലായി സംപ്രേഷണം ചെയ്തു വരുന്ന ചില പരമ്പരകൾ സമൂഹത്തിന് ദോഷം ചെയ്യുന്നതായും ആളുകളെ വഴിതെറ്റിക്കുന്നതുമായുള്ള അഭിപ്രായങ്ങൾ ശക്തമായതിനെ തുടർന്നാണ് സർക്കാരിന്റെ ഈ പുതിയ തീരുമാനം. ഈ തീരുമാനത്തോട് യോജിച്ചും വിയോജിച്ചും ആളുകൾ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് കെ മോഹനൻ ഷാ TV വാങ്ങാതിരിക്കുന്നത്. ടിവിയിലെ പിന്നെന്ത് സീരിയല്? എന്താണ് ഒരു ആത്മകഥം? നീ ഇത് കണ്ടോ? ചില സീരിയലുകൾ ആളുകളെ വഴിതെറ്റിക്കുന്നു എന്ന ആരോപണം ഉണ്ടായതിനെ തുടർന്ന് സീരിയലുകളെ നിയന്ത്രിക്കുന്നതിനെ പറ്റി സർക്കാർ ആലോചനയിലാണ് എന്ന്. അല്ല, ഇതൊക്കെ മോഹനേട്ടൻ വായിക്കേണ്ട കാര്യം എന്താ? ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സീരിയല് പോലും കാണാത്ത മോഹനേട്ടൻ എന്താണ് ഇതിൽ പ്രശ്നം? മോനേട്ടാ ഒരു സംഭവം അറിഞ്ഞോ? ഏതോ ഒരു പുതിയ സിനിമ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന് പുറകിലുള്ള ആ പത്രോസേട്ടന്റെ വീട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന്. നാട്ടുകാര് മുഴുവൻ ഷൂട്ടിംഗ് കാണാൻ പോകുന്നുണ്ട്. നമുക്ക് പോയല്ലോ മോനേട്ടാ? ഷൂട്ടിംഗ് കാണാന്നൊക്കെ പറഞ്ഞ രസമല്ലേ? വൈകിട്ട് മോഹനേട്ടൻ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം നമുക്ക് പോവാം. രാത്രി 10 മണി വരെയൊക്കെ ഷൂട്ടിംഗ് ഉണ്ടെന്നാ പറഞ്ഞത്. ചായ കൂടിയും കഴിഞ്ഞ് ഒരു 6 മണിക്ക് നമ്മളോട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത്താഴം കഴിക്കാറാകുമ്പോഴേക്ക് തിരിച്ചു വരാം. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. അതുകൊണ്ട് നാട്ടിലെ വായുനോക്കികളായ സിനിമാ ഭ്രാന്തന്മാരെ പോലെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് പോയി വായും പൊളിച്ചേക്ക് എന്നെ കിട്ടില്ല. പിന്നെ ലോകത്ത് എവിടെ ഷൂട്ടിംഗ് നടന്നാൽ അത് കാണാൻ ആളുകൾ ഉണ്ടാവും മോനട്ടാ. അതൊക്കെ ഒരു രസമല്ലേ? എനിക്ക് അത്ര രസമായിട്ട് തോന്നില്ല. അതെ, നമുക്കൊന്ന് നീ പോയി ഫോൺ എടുക്കുന്നുണ്ടോ ഇല്ലയോ? നീ ഷൂട്ടിംഗ് കൂടെ കാണാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. ഹലോ, വിദ്യ, എന്താ വിശേഷം? എനിക്കെന്ത് വിശേഷം? രാവിലെ എഴുന്നേറ്റു, അടുക്കള പണികൾ ചെയ്തു, മോഹനേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കി. ഇനി ബാക്കി പണികളൊക്കെ തീർക്കണം. സംഭവം ഞാൻ അറിഞ്ഞു. ഈ നാട്ടുകാര് മുഴുവൻ ഷൂട്ടിംഗ് കാണാൻ പോവാ. പക്ഷെ മഹാനായ മോഹനകൃഷ്ണ സാറിന്റെ അടുത്ത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഷൂട്ടിംഗ് കാണാൻ പോകുന്നത് ഇതിന് കാണാൻ പറ്റില്ലല്ലോ, വായി നോക്കികളാണ്. അവിടെ പോയി നാണം കെടാൻ വയ്യ എന്നാണ് സാറിന്റെ പക്ഷം. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ പോയേനെ. ആണോ? എത്ര മണിക്ക്? അങ്ങനെയാണ് ഞാനും കൂടെ വരാം. പിന്നെന്താ? ഒരു കാര്യം ചെയ്. അല്ല, നാളെ എത്ര മണിക്കാ പോകുന്നേ? 10 മണി കഴിഞ്ഞിട്ടാണ്. ഞാൻ റെഡിയാണ്. ശരി ശരി ശരി. അപ്പൊ ബാക്കി നേരിട്ട് പറയാം. ശരി. ഷൂട്ടിംഗ് കാണാൻ പോകാൻ എനിക്ക് മോഹനകൃഷ്ണ സാറിന്റെ സഹായം ആവശ്യമില്ല. നാളെ രാവിലെ വിദ്യാലക്ഷ്മിയും സതീഷ് സാറും കൂടി ഷൂട്ടിംഗ് കാണാൻ പോകുന്നു. ഞാൻ അക്കൂടത്തിൽ പോകും. നടക്കില്ല. എന്ത്? നാട്ടിലുള്ള ബാക്കി വായി നോക്കികളെ പോലെ എന്റെ ഭാര്യ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി എന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതൊരു ഭയങ്കര സൂക്കേട് തന്നെയാണ്. മോഹനേട്ടൻ എന്നെ കൊണ്ടുപോയില്ല, എന്നോട്ട് പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ കഷ്ടം തന്നെയാണ്. എന്റെ ഭാര്യ എവിടെ പോകണം, എവിടെ പോകണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ. നീ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് ഞാൻ പോകും എന്ന് പറഞ്ഞാൽ പോകും. എന്റെ മോഹനേട്ടാ, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടല്ലേ ഒരു സിനിമ ഷൂട്ടിംഗ് വരുന്നത്. അതൊന്ന് പോയി കാണുന്നല്ല എന്ത് ഇത്ര തെറ്റ്? സിനിമ ഷൂട്ടിംഗ് കാണേണ്ട ഒരു കാര്യവും നിനക്കില്ല. വേണമെങ്കിൽ പോയി നമുക്കൊരു സിനിമ കാണാലോ. നമ്മൾ നാടകം കാണാനല്ലാതെ നാടകത്തിന് റിഹേഴ്സൽ കാണാൻ പോയി നിൽക്കോ? അതാണ് മോഹനേട്ട ഇവിടുത്തെ വ്യത്യാസം. നാടകത്തിൽ നടന്മാര് നേരിട്ട് സ്റ്റേജ് വരെയല്ലേ. അതായത് നമ്മൾ നാടകം കാണാൻ ചെല്ലുമ്പോ നടന്മാരെ നമ്മൾ നേരിട്ട് കാണുന്നു. പക്ഷെ സിനിമയെ നമ്മൾ അവരെ നേരിട്ടല്ലല്ലോ കാണുന്നത്. സിനിമ നടന്മാരെ നേരിട്ട് കാണണമെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ തന്നെ പോണം. അതുകൊണ്ടാണ് ആളുകൾ ഈ ഷൂട്ടിംഗ് കാണാനായിട്ട് പോകുന്നത്. മനസ്സിലായോ? അങ്ങനെ വല്ല സിനിമാ നടന്മാരെ പോയി കാണേണ്ട വല്ല കാര്യം നിനക്കുണ്ടോ? സിനിമ ഒരു കലയാണ്. അതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം. അയ്യോ, അങ്ങനെ കൃത്യമായിട്ട് ഭാര്യയെ കൊണ്ടുപോയി സിനിമ കാണിക്കുന്ന ഒരു മഹാൻ. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷം നടക്കി നമ്മൾ കണ്ട സിനിമ എത്രയാണ് മോനട്ടാ? 3 സിനിമ.
എന്തായാലും മോഹനേട്ടൻ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകില്ല. എങ്കിൽ പിന്നെ എനിക്ക് ഷൂട്ടിംഗ് കണ്ടൂടെ? പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. നാട്ടിലുള്ള സിനിമാ ഭ്രാന്തന്മാരെ പോലെ എന്റെ ഭാര്യ ഷൂട്ടിംഗ് കാണാൻ നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. 100 കണക്കിന് നാട്ടുകാരുടെ നീ പോയി ആളുകൾ എന്ത് പറയും? വില്ലേജ് ഓഫീസർ കെ മോഹനേഷ് സാറിന്റെ ഭാര്യ ആൾക്കൂട്ടത്തിൽ പോയി വായും പൊളിച്ച് സിനിമാ നടന്മാരെ നടിമാരെ നോക്കിക്കൊണ്ടി കിടന്ന് അതിലും വലിയൊരു നാണക്കേടുണ്ടോ? അതിലൊരു നാണക്കേടിന്റെയും പ്രശ്നമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം സിനിമാ നടി നടന്മാര് കലാകാരന്മാരാണ്. ഒരു കലാകാരനെ കാണാൻ ശ്രമിക്കുന്നില്ല എന്താ മോഹനേട്ട ഇത്ര തെറ്റ്? പിന്നെ എനിക്കിങ്ങനെ ആൾക്കൂട്ടത്തിൽ പോയി നോക്കേണ്ട കാര്യമേ ഉണ്ടാകുന്നില്ല മോനേട്ടാ. വിദ്യയുടെ സതീഷ് സാറ് ഈ സംവിധായകന്റെ അടുത്ത സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അകത്തു പോരുത് സ്വസ്ഥമായിട്ട് ഷൂട്ടിങ് ഇങ്ങനെ നോക്കിക്കാണാം. ഈ സതീഷ് സാറിന് ആ സംവിധായകനെ പരിചയം ആരാ പറഞ്ഞ? വിദ്യലക്ഷ്മി. ആകെ വെറുതെ പറയുന്ന. സതീഷ് സാറ് ഒരു കോളേജ് അധ്യാപകനല്ലേ? കോളേജ് അധ്യാപകൻ എങ്ങനെയാ സിനിമാക്കാരെയൊക്കെ പരിചയം ഉണ്ടാവുന്നത്? ഈ സതീഷ് സാറിനെ പറ്റി മോഹനേട്ടൻ അറിയാഞ്ഞിട്ടാ. ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകൾ എത്ര പേരെ സതീഷ് സാറിന് പരിചയമുള്ളതെന്നറിയോ? അങ്ങനെ നോക്കുമ്പോ എന്റെ മോഹനേട്ടന്റെ കാര്യം നോക്കി ആകെ തമാശയായി പോവും. തഹസിൽദാരെ അറിയാം, കളക്ടറെ അറിയാം. അയ്യോ കഴിഞ്ഞു. നീ പറഞ്ഞ വിവരക്കട ഒരു സിനിമാ സംവിധായകൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. ഓ, ആർക്ക് വേണമെങ്കിലും സംവിധായകനാവാം. അതിന് കഴിവൊന്നും വേണ്ട. അതുപോലെയാണോ ഒരു ജില്ലാ കളക്ടർ? പഠിച്ച് ആളായി IAS പരീക്ഷ പാസ്സായി വരുന്ന ആളാണ് കളക്ടർ. മോഹനേട്ടൻ അങ്ങനെ പറയുന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. മോഹനേട്ടൻ കളക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമാണല്ലോ. പക്ഷേ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കിടയിൽ സിനിമാക്കാരനുള്ള ഒരു പേര് ഒരു കളക്ടർക്കും ഇല്ല. ആ ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് മമ്മൂട്ടി വന്നിറങ്ങുന്നു എന്ന് കരുതുക. തൊട്ടടുത്ത് കളക്ടർ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ജനങ്ങൾ ആരെ നോക്കും? കളക്ടർ മമ്മൂട്ടിയെ. അതാണ് സിനിമ എന്നുള്ള കലാരൂപത്തിന്റെ സ്വാധീനം. സിനിമ ഞാൻ പറഞ്ഞില്ലല്ലോ. സിനിമ ഷൂട്ടിംഗ് കാണാൻ പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞോളൂ. എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോനട്ടാ. എന്തുകൊണ്ടാ? അസൂയ കൊണ്ട്. അസൂയ ഉണ്ടാവാതിരിക്കോ മോനട്ടാ? നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും ബഹുമാനിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ എന്ന് പറഞ്ഞാണല്ലോ മോഹനേട്ടൻ നടപ്പ്. ധൈര്യം ഉണ്ടെങ്കിൽ മോഹനേട്ടൻ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഒന്ന് പോയി നോക്ക്. ഈ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ അവിടെ ഉണ്ടാവേ. പക്ഷെ അവിടെയുള്ള ആരും മോഹനേട്ടൻ ഇങ്ങനെ തിരിഞ്ഞു പോലും നോക്കാൻ പോകില്ല. പിന്നെ പോരാ മോനേട്ടാ. മോഹനേട്ടന്റെ പ്രശസ്തിയെല്ലാം ഈ കാന്തല്ലൂരുള്ള പാവങ്ങളുടെ മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഒരു സിനിമയെ മാത്രം അഭിനയിച്ച ആളാണെങ്കിൽ പോലും അയാള് ഈ കേരളം മുഴുവൻ അറിയാമെന്നുള്ളതാണ് സിനിമയും വില്ലേജ് ഓഫീസും തമ്മിലുള്ള വ്യത്യാസം. മോഹനേട്ടൻ ഒരു ധാരണയുണ്ട്. കരം തീർക്കുകയും കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങുകയും എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം. അത് തെറ്റല്ലേ മോഹനേട്ടാ? പല സർക്കാർ ഓഫീസുകളിലും കിട്ടുന്ന പലവിധ സർട്ടിഫിക്കറ്റിൽ ഒന്ന് മാത്രമല്ലേ ഈ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. അല്ലാതെ അത് ആനയൊന്നും അല്ലല്ലോ. ഉത്തമനാണ്. സിനിമയെ പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഉത്തമനടുത്ത് ചോദിച്ചോളൂ. മലയാളത്തിൽ ഇറങ്ങുന്ന മുഴുവൻ സിനിമയും കാണുന്ന ആളല്ലേ ഉത്തമൻ. സിനിമ കാണുന്നതിനെ ഞാൻ കുറ്റം പറഞ്ഞില്ലല്ലോ. ഷൂട്ടിംഗ് കാണാൻ പോകുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതാണ്. ഓ, നാളെ വിദ്യാലക്ഷ്മിയുടെ കൂടെ ഷൂട്ടിംഗ് കാണാൻ നീ പോയെന്ന് ഞാൻ അറിഞ്ഞ നീ വിവരം അഹങ്കാരി സിനിമ. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. പിന്നെ 2 ദിവസമായിട്ട് ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. അതുകൊണ്ട് ജോണിക്കുട്ടിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം തിരക്കാൻ അങ്ങ് മറന്നുപോയി. അത് ഉത്തമന്റെ തെറ്റ്. കൈവശ അവകാശ സർട്ടിഫിക്കറ്റിലുള്ള അപേക്ഷ ആഫീസിൽ കൊണ്ടുവന്ന് തന്ന് ഭൂമി പരിശോധന നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കാം എന്ന് ജോണിക്കുട്ടിയോട് പറഞ്ഞത് ആരാ? ഉത്തമൻ. അതെ, ഞാൻ തന്നെ പറഞ്ഞത്. പക്ഷെ അതിന്റെ ഇടയിലാണ് ആ സിനിമ ഷൂട്ടിംഗ് ആര് വന്ന് ചാടിയത്. ഇവിടെ വന്നപ്പോ അവർക്ക് നാട്ടിലെ സഹായത്തിന് ഒരാള് വേണമെന്ന് പറഞ്ഞു. നമ്മുടെ ബലരാമ സാറിനെ അതിനകത്തുള്ള ആർക്കോ പരിചയമുണ്ട്. ബലരാമ സാറ് എന്നെ വിളിച്ചിട്ട് സംഗതി അങ്ങ് ഏൽപ്പിച്ച്
സിനിമ ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് ഉത്തമൻ എന്താണ് കാര്യം? ഓ, ഒന്നും പറയണ്ട എന്റെ സാറേ. ഒരു പ്രൊഡക്ഷൻ മാനേജർ സുഗുണനുണ്ട്. പുള്ളിക്കാരൻ രാവിലെ എന്നെ വിളിക്കും. അവിടെ ചെന്നാ പിന്നെ സാറേ, അവിടെ ചെന്നാ പിന്നെ 100 കൂട്ടം തിരക്കാണ്. ഒരു സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സൗകര്യങ്ങളെന്നറിയാം വേണ്ടത്. ഉത്തമന് എന്ന് ഷൂട്ടിംഗ് കാണാറുണ്ടോ? കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ നടക്കൂലെന്നേ. എല്ലാം ഇപ്പോഴും എന്തെങ്കിലും ആവശ്യമൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഓട്ടത്തോട് ഓട്ടം തന്നെ ആയിരിക്കും. ചെറിയ ചെറിയ വേഷത്തിലേക്ക് അഭിനയിക്കാൻ ഒരുപാട് ആളുകൾ വേണം. അതിനു വേണ്ടി പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരാൻ പറ്റുമോ? എന്റെ അടുത്ത് ഉത്തമ ഒരാളെ വേണം കേട്ടാ, അപ്പൊ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു കൊടുക്കും. നമ്മുടെ നാട്ടിനോ? ആ, എത്ര പേരെന്നറിയാം ഞാൻ കൊണ്ടുപോയി അഭിനയിപ്പിച്ചത്. പിന്നെ മിക്കവാറും ഡയലോഗ് ഒന്നും കാണൂല. ചിലപ്പോ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു മുറി ഡയലോഗ്. ഡയലോഗ് അല്ലല്ലോ പ്രശ്നം, അഭിനയിക്കാൻ അറിയണ്ടേ? നമ്മുടെ നാട്ടിൽ അഭിനയം പറയാൻ ആരുണ്ട്? സാറേ, ഇതിനങ്ങനെ വലുതായിട്ടുള്ള അഭിനയൊന്നും വേണ്ട. അയ്യോ, വലിയ അഭിനയം ചെറിയ അഭിനയമൊന്നുമില്ല. ഒത്തുമ അറിയാമോ, കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം നല്ല നടനുള്ള സമ്മാനവും വാങ്ങിയിട്ടുണ്ട് ഞാൻ. അതിന് വലിയ അഭിനയമാണല്ലോ മോഹനാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ ഉത്തമ, എന്നെ അഭിനയിക്കാൻ വിളിക്കും. നല്ല വേഷമാണ്, ഞാൻ വരാം. മക്കളൊരു വാക്ക് പറഞ്ഞാ മതി. ഇന്ന് എന്നെ ഞാൻ സൂണ സാറിന്റെ അടുത്ത് പറയാം. ആണോ? വന്നത് ജോണിക്കുട്ടിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ആര് പറഞ്ഞല്ലേ? ഉഷാകുമ്പോ വലിയ ഓഫീസിലേക്ക് വന്നാൽ മതി, മനസ്സിലായല്ലോ? ആ ഷൂട്ടിംഗ് കാണാൻ പോവാന്ന് ഞാൻ പറഞ്ഞതിന് പേരിൽ മോഹനാണ് മൊത്തത്തിൽ ഉടക്കിട്ടോണ്ടിരിക്കായിരുന്നു. അപ്പോഴാ ഉത്തമൻ കയറി വന്നത്. അപ്പൊ എന്റെ അടുത്തായിരിക്കോ ദേഷ്യം? ആ ജോണിക്കുട്ടിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇന്ന് കിട്ടിയില്ലെങ്കിൽ കുഴയും വയ്ക്കില്ലേ? ഉത്തമനെന്ന് വലിയ ഓഫീസിൽ പോയി നോക്ക്. അവിടെ പോയിട്ട് ഈ ഷൂട്ടിങ്ങിന്റെ കാര്യം പറയാതിരുന്നാ മതി. അതെ, എന്റെ റോളിന്റെ കാര്യം മറക്കണ്ട. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന് എന്റെ ജാതകത്തിലുണ്ട്. പിന്നെ വക്കീലിനെ വിളിച്ചോണ്ട് സിനിമയിൽ അഭിനയിപ്പിച്ചിട്ട് വേണം സാർ എന്റെ ചീട്ട് കീറാൻ. ഞാനില്ല എന്റെ സ്വാമിയേ. ഉത്തമൻ പറഞ്ഞത് മോനട്ടൻ കേട്ടല്ലോ. അവര് സിനിമയിൽ അഭിനയിക്കാൻ ആളെ അന്വേഷിക്കുന്നുവെന്ന്. നല്ല വേഷം വല്ലതും കിട്ടിയാൽ ഞാൻ പോയെന്ന് അഭിനയിച്ചാലോ എന്ന് ആലോചിക്കുക. എന്താ നോക്കണേ? സിനിമ അഭിനയത്തെ പറ്റി എന്താണ് നീ കരുതിയിരിക്കുന്നത്? അഭിനയിക്കാൻ എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ അഭിനയിക്കാൻ അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമില്ല മോനട്ട. നമ്മളോടൊരു സീനിന്റെ കഥ പറയുന്നു, ഡയലോഗ് തരുന്നു, നമ്മളത് പഠിച്ചു പറയുന്നു. കോടതിയിൽ മണിക്കൂറുകൾ വാദിക്കുന്ന എനിക്ക് അതിനാണ് ഇത്ര വലിയ പ്രയാസം. നീ വലിയ വക്കീലാണ്, നന്നായി വർത്തമാനവും പറയുമായിരിക്കും. പക്ഷേ അഭിനയം എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. അഭിനയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഥാസന്ദർഭത്തിൽ ഒരു പ്രത്യേക കഥാപാത്രം പെരുമാറുന്ന രീതിയാണ്. അതൊക്കെ എനിക്കറിയാം. ആമേ, സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ സംഭാഷണങ്ങൾ കാണാതെ പഠിക്കാനുള്ള കഴിവ് മാത്രം പോരാ. ഒന്നാമത് കാണാൻ ഭംഗിയുണ്ടാവണം. നിന്റേതുപോലുള്ള ഉണ്ട കണ്ണും വെണ്ടയ്ക്ക പോലത്തെ മൂക്കും മുയലിന്റെ പോലത്തെ 2 ചെവി ഉണ്ടായ പോരാ. സൗന്ദര്യം എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്, വേറെ. എന്നിട്ടാണോ പെണ്ണ് കാണാൻ വന്നപ്പോ കണ്ട പാടെ എനിക്ക് ഈ പെണ്ണ് മതി കേട്ടോ, ഈ പെണ്ണ് മതി എന്ന് മോഹനേട്ടൻ പറഞ്ഞത്? എത്ര ബുദ്ധിമാനായ ആളാണെങ്കിലും ചില നേരത്തെ ചില അബദ്ധങ്ങളൊക്കെ പറ്റും. അതിനെ അങ്ങനെ കരുതിയാൽ മതി. ശരി, എനിക്ക് സൗന്ദര്യമില്ല. ഇപ്പൊ അഭിനയിക്കാൻ സൗന്ദര്യത്തിന്റെ വലിയ കാര്യമൊന്നുമില്ല മോഹനേട്ടാ. അഭിനയിക്കാൻ നിനക്കറിയോ? അത് പറഞ്ഞോളല്ലോ. ഭർത്താവിനോട് തർക്കിക്കുന്നതും ഭർത്താവിനെ പരിഹസിക്കുന്നതും അനുസരണക്കേട് കാണിക്കുന്നതുമാണ് അഭിനയമെങ്കിൽ നീ ഭയങ്കര വലിയ നടിയാ. പക്ഷെ അതല്ലല്ലോ അഭിനയം. പിന്നെ എന്താണാവോ അഭിനയം? ഉദാഹരണത്തിന് ഭർത്താവിനെ ദൈവത്തെ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയുടെ വേഷമാണ് നിനക്ക് കിട്ടുന്നതെങ്കിൽ ഞാൻ എങ്ങനെ അഭിനയിക്കും? ഞാൻ കാണണ്ടേ? ആ സൈസ് വേഷം ഞാൻ അഭിനയിക്കുന്നില്ല. തീർന്നല്ല പ്രശ്നം. ഇത്രേ ഉള്ളൂ. എന്തിനാണ് നീ സിനിമ അഭിനയിക്കാൻ പോണത്? ശരി, ഞാൻ അഭിനയിക്കാൻ പോണില്ല. പക്ഷേ നാളെ രാവിലെ ഞാൻ ഷൂട്ടിംഗ് കാണാൻ പോകും, അത് ഉറപ്പാ. എന്റെ അനുവാദം കൂടാതെ ഷൂട്ടിംഗ് കാണാൻ പോയാ ആ വഴിക്ക് നോക്കിക്കൊള്ളാം. പിന്നെ എങ്ങോട്ട് വരരുത്. ഞാൻ ഒരു വില്ലേജ് ഓഫീസർ, നീ ഒരു വക്കീലുമാണ്. നമ്മുടെ സമൂഹത്തിൽ നമുക്കൊരു അന്തസ്സുണ്ട്, സത്പേരുണ്ട്. നാട്ടിലുള്ള സിനിമാ ഭ്രാന്തന്മാർ കാണിച്ചു കൂടുന്ന പോലെ നമുക്ക് പോയി വായി നോക്കിക്കാൻ പറ്റുമോ? അത് കൊള്ളാലോ. അപ്പൊ വിദ്യാലക്ഷ്മിക്ക് സതീഷ് സാറിനോ അന്തസ്സും സൽപ്പര്യവും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവര് പോകുന്നതോ?
ഞാൻ പറയുന്നത് നമ്മുടെ കാര്യമാണ്. നീ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്ര തന്നെ. ഓ എന്റെ ഈശ്വരാ, അസൂയ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉണ്ടോ? ഇത് കുറച്ച് കടുപ്പം തന്നെ. ആഹാ, അഹങ്കാരി. അസൂയോ? എനിക്കോ? ആരോട്? സതീഷ് സാറിനോട്. സതീഷ് സാറിന് ആ സിനിമയിലെ സംവിധായകനെ പരിചയമുണ്ടെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണല്ലോ മോഹനേട്ടൻ ഇപ്പോഴത്തെ പ്രശ്നം മുഴുവനും. മറിച്ച് മോഹനേട്ടനായിരുന്നു ആ സംവിധായകനെ പരിചയം ഉണ്ടായിരുന്നെങ്കിൽ എന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. നാട് മുഴുവനും നടന്ന് മോഹനേട്ടൻ ആ വിശേഷം വിളമ്പുകയും ആളുകളെ മുഴുവനും ഷൂട്ടിംഗ് ആളെ വിളിച്ചോണ്ട് പോവുകയും ചെയ്തേനെ. അങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ ആളാവാലോ. പക്ഷെ എന്താ ചെയ്യാ, മോഹനേട്ടന്റെ കഷ്ടകാലത്തിന് ഒരു സംവിധായകനെ എന്നല്ല, സിനിമ ചായ എടുത്തു കൊടുക്കുന്ന ആളെ പോലും മോഹനേട്ടൻ പരിചയമില്ല. അപ്പൊ പിന്നെ സിനിമ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഇഷ്ടാവൂലല്ലോ. ഇതൊക്കെ നീ വെറുതെ സങ്കല്പിച്ചുണ്ടാകുന്ന കാര്യങ്ങളാ. അല്ലല്ലോ, മോഹനേട്ടനെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആള് എന്നുള്ള നിലയിൽ ഞാൻ മോഹനേട്ടനെ പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതെ, എന്തായാലും നാളെ ഞാൻ ഷൂട്ടിംഗ് കാണാൻ പോകും. ഇനി അതും പറഞ്ഞ് തർക്കിച്ച് വെറുതെ സമയം നമ്മുടെ ആരോഗ്യം കളയണ്ട. ഓ ശ്ശോ. ഹലോ, അതെ ഉത്തമനാണ്. ആ സുഗുണ സാറേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നില്ലേ? ഞാനേ ഒരു 11 മണിയാകുമ്പോ അതുവഴി വരാൻ കരുതിയിരിക്കുകയാണ്. അയ്യോ, അത് കുഴപ്പമായല്ലോ. സാറേ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവിടെ? അയ്യോ, പക്ഷേ അങ്ങനെ വലിയ റോളുകൾ അഭിനയിക്കാൻ പറ്റിയ ആളുകൾ നമ്മുടെ നാട്ടിലില്ലല്ലോ. ആണോ? പക്ഷേ അതൊരു പ്രശ്നമാണ് സുഗുണ സാറേ. പിന്നെ ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. എന്തായാലും നിങ്ങളെ വഴിക്കൊന്ന് അന്വേഷിച്ചോ. ഓ ശരി 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 ശരി. ഓ ഓ ആ അയ്യോ, സാറ് ഓഫീസിലോട്ടായിരിക്കും അല്ലേ? എന്നെ കണ്ട അങ്ങനെ തോന്നുന്നില്ലേ? അല്ല, അങ്ങനെ തോന്നുന്നുണ്ട്. അല്ലെങ്കിലും ഈ സമയത്ത് സാറിനെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ സാർ ഓഫീസിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ എന്ത് സംശയം? ഞാനേ പഞ്ചായത്ത് മെമ്പർ ഗോപാലൻകുട്ടി ചേട്ടനെ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോഴാണ് സിനിമയിലെ പ്രൊഡക്ഷൻ മാനേജർ സുഗുണ സാറ് വിളിക്കുന്നത്. അവരൊരു വലിയ കുഴപ്പത്തിൽ ചാടിയിരിക്കുകയാണ്. അതായത് സിനിമയിൽ നല്ലൊരു വേഷമുണ്ട്. നടൻ ഗോപകുമാർ ചെയ്യായിരുന്ന വേഷമാണ്. നാളെയാണ് ഷൂട്ടിംഗ്. പക്ഷേ ഗോപകുമാർ പനി ഛർദിലും കാരണം ആശുപത്രിയിലാണ്. ഇനി ഒരാളെ പകരം കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. നമ്മുടെ നാട്ടിൽ ആ വേഷം അഭിനയിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് സുഗുണ സാർ എന്റെ അടുത്ത് ചോദിച്ചു. കൊള്ളാം, ഷൂട്ട് ചെയ്ത നാട്ടിൽ നിന്ന് കിട്ടുന്ന ആളുകൾ വെച്ച് സിനിമ എടുക്കുന്ന പരിപാടി ഇതാണോ? ഭയങ്കര സിനിമയാണ് ഉത്തമ പറഞ്ഞത്. ഈ സിനിമയൊക്കെ ആകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നാണ് സുഗുണ സാറ് പറഞ്ഞത്. പിന്നെ സാറേ, ഈ പറഞ്ഞ കഥാപാത്രത്തിന് 2 സീനേ സിനിമയിലുള്ളൂ. പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട 2 സീനാണ്. ആ കഥാപാത്രം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കഥാപാത്രവുമാണ്. കണ്ട സുന്ദരനായിരിക്കണം, ഭംഗിയായിട്ട് ഡയലോഗ് പറയാൻ പറ്റണം, പിന്നെ അഭിനയിച്ച് മുൻപരിചയം ഉണ്ടെങ്കിൽ നല്ലത് എന്നാണ് സുഗുണ സാറ് പറഞ്ഞത്. കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എന്താ ഉത്തമ? അല്ല സാറേ, ഞാൻ ചോദിക്കുന്നോണ്ട് സാറൊന്നും വിചാരിക്കരുത്. ഈ പറഞ്ഞ വേഷം സാർ അഭിനയിച്ചാലോ? ആ, സാറിനെ കണ്ട ഭയങ്കര സുന്ദരനല്ലേ? നല്ല ഒന്നാന്തരമായിട്ട് മലയാളം അറിയാം. അതൊന്നും പോരാഞ്ഞിട്ട് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് സാറ് നാടകത്തിൽ അഭിനയിച്ച് സമ്മാനമൊക്കെ വാങ്ങിച്ച ആളല്ലേ? അതുകൊണ്ട് സാർ ഒന്ന് സമ്മതം മൂളിയാൽ ഞാൻ ഇപ്പൊ തന്നെ സുഗുണ സാറിനെ വിളിച്ച് പറയാം. സാറിനെ കണ്ടു കഴിഞ്ഞാൽ സംവിധായകൻ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഒറ്റ സിനിമ കൊണ്ട് കെ മോഹനൻ സാർ സ്റ്റാർ ആവുകയും ചെയ്യും. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. എന്റെ ജോലി സിനിമയിൽ അഭിനയിക്കലല്ല. സാറേ, എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥര് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സാറേ, ഉദ്യോഗം വേറെ, കല വേറെ. ഇതൊക്കെ സംബന്ധിച്ചേക്ക്. അങ്ങനെ വേറെ ആരെയും കിട്ടാതെ വരുമ്പോ പകരം അഭിനയിക്കലല്ല കെ മോഹനേഷിന്റെ ജോലി. സിനിമ അഭിനയിക്കാൻ വേറെ ആരെങ്കിലും നോക്ക്.
സാറിന്റെ അത്രയും ഗ്ലാമർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കയറി അഭിനയിച്ചതിന് സൂപ്പർ സ്റ്റാർ ആവുകയും ചെയ്തേനെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കൂലല്ലോ. ഇനിയിപ്പോ ആരെ തപ്പും? ഇന്ന് വൈകിട്ട് നമുക്ക് സിനിമ ഷൂട്ടിംഗ് കാണാൻ പോയാലോ കാഞ്ഞന സാറേ? സ്കൂട്ടറിൽ പോയാൽ 10 മിനിറ്റ് മതിയല്ലോ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്കും മണി 5 കഴിയില്ലേ? പിന്നെ ചെല്ലുമ്പോഴത്തേക്കും ഷൂട്ടിംഗ് കഴിയില്ലേ? കാഞ്ഞന സാറിനെ സിനിമ ഷൂട്ടിങ്ങിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. രാവിലെ 8 മണി മുതൽ പാതിരാത്രി വരെയാ ഷൂട്ടിംഗ്. അയ്യോ, അപ്പൊ അവരൊക്കെ ഉറങ്ങുന്ന എപ്പോഴാ? ഉള്ള സമയം ഉറങ്ങും. നമ്മൾ ഈ കാണുന്ന സൂപ്പർ നടന്മാരെല്ലാം എത്ര കഷ്ടപ്പെട്ട അഭിനയിക്കുന്നത്. ഉറക്കവും വിശ്രമവും ഒന്നുമില്ലാതെ. എന്നാൽ എന്താ പ്രഭേ, ഒരു സിനിമയിൽ അഭിനയിച്ച അതോടെ നമ്മുടെ ജാതകം മാറില്ലേ? നായകനോ നായികയോ ഒന്നും ആവണ്ട, ഒരൊറ്റ സീൻ കിട്ടിയാ മതി. നല്ല വേഷമാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കില്ലേ? പിന്നെ അല്ലാതെ. ആ, നാട് മുഴുവൻ അറിയാൻ സിനിമ പോലെ അല്ലാതെ വേറെ വഴിയുണ്ടോ? അതെ. മന്ത്രിയും കളക്ടറും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു സിനിമാ നടൻ ചെന്ന് നോക്കട്ടെ, ജനം മുഴുവൻ അയാളെ ശ്രദ്ധിക്കൂ. ശരിയാ പ്രഭേ, അത് ശരിയാ. ആരാധകർ ചുറ്റും കൂടി ജയ് വിളിക്കുന്ന കേൾക്കാൻ ഒരു സുഖമല്ലേ? ശരിയാ. ഒരവസരം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായ സിനിമയിൽ അഭിനയിച്ചേനെ. സാറിന് എന്താണ് പെട്ടെന്നൊരു മനം മാറ്റം? ഇത് ഈ സിനിമയിൽ അഭിനയിച്ച് പ്രശസ്തനാകണമെന്ന ആഗ്രഹം കൊണ്ടൊന്നും അല്ല. പിന്നെ അല്ലെങ്കിൽ തന്നെ ഒരു വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ ഞാനിപ്പോ തന്നെ ഇവിടെ ഭയങ്കര പ്രശസ്തനാണല്ലോ. എന്റെ സാറേ, ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട്, സാർ ഒന്നും വിചാരിക്കരുത്. നമ്മൾ ഈ പറയുന്ന സിനിമയിൽ 2 സീന് സാർ അഭിനയിച്ച് കഴിഞ്ഞാൽ പിന്നെ സാറിന്റെ പ്രശസ്തി ഈ കാന്തള്ളൂരിൽ മാത്രമായിരിക്കൂല, കേരളം മുഴുവനുമായിരിക്കും. എന്തിനാണ് ഒരുപാട് പറയുന്നത്? സാക്ഷാൽ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിയേക്കാൾ പ്രശസ്തി കെ മോഹനൻ സാറിനുണ്ടാവും. അതൊക്കെ ഒത്തുവനെ പറയാവുന്ന റവന്യൂ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞ ആരാ? സാറേട്ടാ, ഈ സിനിമയിൽ സാറിന്റെ കഥാപാത്രത്തെ പറ്റി സാറിന് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ഭാര്യയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്. അവര് തമ്മിലുള്ള ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതാണോ കൂട്ടുകാർ തമ്മിലുള്ളതാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള സീനുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ വീട്ടിൽ എപ്പോഴും കളിയും ചിരിയും തമാശകളും മാത്രം. ഭാര്യയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഭർത്താവ്. ഇങ്ങനെയുള്ള ഒരു കുടുംബത്തെ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? അങ്ങനെ ഭാര്യമാരുടെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങനെ സാധിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. സാറേ, ഇത് സിനിമയാണ്. സിനിമയിൽ എല്ലാം ഒരു പൊടിക്ക് കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് ഇതിലെ ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എന്താ? ചക്കരേന്ന്. എന്തോന്നയ്യേ? അത് കഴിക്കുന്ന നേരത്തിന് വേറല്ലേ? അതെ, പക്ഷെ ചക്കരയുടെ രുചി എന്താ? മധുരം. കുടുംബ ജീവിതത്തിൽ മധുരം കൂടുമ്പോഴാണ് ഭാര്യയും ഭർത്താവും പരസ്പരം ചക്കരേ പഞ്ചാരേ എന്നൊക്കെ വിളിക്കുന്നത്. അങ്ങനെയൊക്കെ വിളിക്കണം നിർബന്ധമാണോ? വേറെന്തെങ്കിലും ഈ സിനിമയിൽ കഥ എഴുതിയ ആള് പറയുന്നത് അയാൾ എഴുതിയ ഒരു വാക്ക് പോലും മാറ്റാൻ പറ്റൂലെന്നാണ്. എന്ത് എഴുതി വെച്ചിരിക്കുന്നോ അത് അതുപോലെ പറയണം. എന്നാലും ഇത് അഭിനയമല്ലേ? അഭിനയിക്കുമ്പോ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ നമ്മൾ അവതരിപ്പിക്കേണ്ടി വരും. ഇപ്പൊ മമ്മൂട്ടി കളക്ടറായിട്ടും പോലീസായിട്ടും ഗുണ്ടയായിട്ടും പിച്ചക്കാരനായിട്ടും ഒക്കെ അഭിനയിക്കുന്നില്ലേ? പക്ഷേ ഈ ഭാര്യയോട് അങ്ങനെ സംസാരിച്ച് എനിക്ക് ശീലമില്ലല്ലോ. അതുകൊണ്ടും സാറിന് ഒരു ദിവസത്തെ സമയം കിട്ടുമല്ലോ. സാർ വീട്ടിൽ ചെന്നിട്ട് ഒന്ന് റിഹേഴ്സൽ ചെയ്താൽ മതി. എന്നും സംസാരിക്കുന്ന രീതി വിട്ട് വക്കീലിനോട് ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കണം. റിഹേഴ്സൽ ആണെന്ന് വക്കീൽ അറിയണ്ട. സാറിന്റെ പുതിയ രീതിയും ഭാവവും ഒക്കെ കാണുമ്പോ വക്കീൽ ഒന്ന് ഞെട്ടും. എപ്പോഴും കൊഞ്ചി കുഴഞ്ഞ് ചിരിച്ച് കളിച്ച് നടക്കുന്ന സാറിനെ കണ്ട് വക്കീൽ അന്തം വിട്ടാൽ ഒരു കാര്യം ഉറപ്പിക്കാം, സാറിന്റെ അഭിനയം ഏറ്റു എന്ന്. അങ്ങനെ വക്കീലിന്റെ അടുത്ത് സാറിന്റെ അഭിനയം ഏറ്റാ പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ അത് ഏക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതോടെ കെ മോഹനൻ സാറ് സൂപ്പർ സ്റ്റാർ ആവും. സത്യത്തിൽ സാർ ഭാഗ്യവാനാണ് കേട്ടോ. അഭിനയിക്കാൻ പോകുന്ന കഥാപാത്രത്തെ സ്വന്തം വീട്ടിൽ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുകയല്ലേ?
സാറേ ഈ ചാൻസ് കളയരുത്. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. പേടിപ്പിച്ച് കളഞ്ഞല്ലോ മോനട്ടാ. തുടക്കം തന്നെ പോലെ. നീ എന്തിനാ പേടിക്കുന്നത്? എന്നെ പോലെ മാന്യനും സത്യസന്ധനും സ്നേഹസമ്പന്നനുമായ ഒരു ഭർത്താവിന്റെ ഭാര്യ ഒരിക്കലും പേടിക്കേണ്ടി വരില്ലല്ലോ. മാനതയും സത്യസന്ധതയും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ എന്താ പേടിയില്ലാതെ വരുമോ? വരണമല്ലോ. നീ ഒരിക്കലും പേടിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യരുത് എന്നുള്ളതാണല്ലോ എന്റെ മോഹം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല മോനട്ടാ. ഒരാൾ ഒറ്റയ്ക്കൊന്നും ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോ പുറകിലൂടെ വന്ന് ഇമാതിരി പേടിപ്പിക്കാതിരുന്നാ മതി. ആ പോയി ഡ്രസ് മാറി, ഞാൻ ചായ എടുക്കാം. അല്ല ഭാമേ, ഈ മഴക്കാലത്ത് ചെടി നനയ്ക്കേണ്ട കാര്യം എന്താണ്? അതെല്ലാം വലിയ ബുദ്ധിമുട്ടല്ലേ? മഴക്കാലമാണെന്നൊക്കെ ശരി തന്നെ മോനട്ടാ, പക്ഷെ മഴയില്ലല്ലോ. ഒരു ദിവസം നനച്ചില്ലെങ്കിൽ ഇത് മുഴുവനും വാടിപ്പോ. സത്യം പറഞ്ഞാ നീ ഈ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്ന കാണുമ്പോ എനിക്ക് വലിയ പ്രയാസമാണ്. നാളെ മുതൽ നിന്റെ എല്ലാ ജോലിയിലും സഹായിക്കാൻ ഞാൻ കൂടെ ഉണ്ടാവും. എന്താ നീ നോക്കുന്നത്? ഒരു വീട്ടിൽ രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരാൾ മാത്രം എല്ലാ ജോലിയും ചെയ്ത് കഷ്ടപ്പെടുന്നത് ശരിയല്ലല്ലോ. ഇനി മുതൽ നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. നിനക്കിഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരും. നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ഓരോടെ തല എവിടെ ഇടിച്ചു? വേണമെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കാണാം. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാലേ, ഞാൻ കടുപ്പത്തിൽ ഒരു ചായ എടുക്കാം. അത് കുടിച്ചാ ചിലപ്പോ ശരിയായിരിക്കും. ശരിയായില്ലെന്ന് തോന്നുന്നു. മനുഷ്യർ നന്നാവും നോക്കുമ്പോ കളിയാക്കുന്നു. പാമേ പാമേ, ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്ത്? നമ്മുടേതുപോലെ മനോഹരമായ കുടുംബജീവിതം നയിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ? ഈശ്വരൻ അനുഗ്രഹിച്ച കുടുംബമാണ് നമ്മുടേത്. ഈശ്വരൻ അനുഗ്രഹിച്ചുകൊണ്ടൊന്നും അല്ല നമ്മുടെ കുടുംബജീവിതം മനോഹരമായത്. എന്റെ ക്ഷമ കൊണ്ടാ. മോനേട്ടനെ പോലെ ഒരു മറക്കട വീട്ടുകാരനെ ഞാൻ സഹിക്കുന്നുള്ളതുകൊണ്ട്. ഞാനതെല്ലാം നിർത്തി. ഇനി മുതൽ നിനക്ക് വിഷമുണ്ടാക്കുന്ന ഒന്നും കെ മോഹനൻ സാർ ചെയ്യില്ല, പറയില്ല. നിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. മോനേട്ടനെ കളിയാക്കാണോ? ഒരിക്കലുമല്ല. ജീവിതത്തിന് ഒരു മാറ്റം വേണമല്ലോ. ആമേ, ഇനി ഞാൻ നിന്നോട് ദേഷ്യപ്പെടില്ല. നിനക്ക് ഇഷ്ടമുള്ളൊരു ഭർത്താവായി ഞാൻ ജീവിക്കും. നിനക്ക് ഞാൻ എന്താ വാങ്ങി തരേണ്ടത്? മതിട്ടോ, കൊറേ നേരം ഇത് ആളെ കളിയാക്കാൻ തുടങ്ങിട്ടെ. വണ്ടിപ്പെണ്ണെ, കളിയാക്കിയതല്ല. എന്റെ ഉള്ളിൽ നിന്നോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്നറിയാമോ? അതൊന്നും പ്രകടിപ്പിക്കാൻ എനിക്കിതുവരെ അറിയില്ലായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല. എന്റെ മനസ്സിലെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. എങ്ങനെ? കുടുംബ ജീവിതത്തിൽ മധുരം കൂടുമ്പോഴാണ് ഭാര്യയും ഭർത്താവും പരസ്പരം ചക്കരേ പഞ്ചാരേ എന്നൊക്കെ വിളിക്കുന്നത്. മോനേട്ടാ, സ്നേഹം പ്രകടിപ്പിക്കാൻ മോഹനോട് തീരുമാനിച്ചു എന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെയാന്നാ ഞാൻ ചോദിച്ചത്. അത് പറ അത് പറ. ശ്ശോ, പറ. ശർക്കരയെന്ന്. എന്താ? ശർക്കരയെന്ന്. ശർക്കരയോ? സ്നേഹമുള്ള ഭർത്താക്കന്മാർ ഭാര്യ അങ്ങനെയാണ് വിളിക്കുന്നതെന്ന്. ശർക്കരയെന്നല്ല, പിന്നെ ചക്കരയെന്നാണ്. അത് മലയാളം അറിയാത്ത വിഡ്ഢികൾ വിളിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല. അതിന് ഞാൻ മോനോട്ട് നിർബന്ധിച്ചിട്ടില്ലല്ലോ. ഒക്കെ മോനോട്ടൊരു ബുദ്ധിയല്ലേ. സത്യം പറ മോനട്ടാ, മോനട്ടൻ എന്താ പറ്റിയത്? സാറേ, ഉത്തമൻ തയ്യുന്നടുത്ത് നീ ഞാൻ എടുക്ക. ഞാൻ ഉത്തമനെന്ന് സംസാരിക്കട്ടെ. എന്നാലും ഭാമേ, നീ ഉണ്ടാക്കുന്ന രുചികരമായ ചായ കുടിക്കാൻ എനിക്ക് ധൃതിയായി.
പെട്ടെന്നുണ്ടാക്കണമേ. നമസ്കാരമുണ്ട് സാർ. സാറ് വന്നിട്ട് ഇതൊന്നും ഇതുവരെ താഴെ വെച്ചില്ലേ? ഞാൻ വന്നു കയറിയ പാടെ ഉത്തമൻ പറഞ്ഞ പോലെ ഒന്ന് അഭിനയിച്ചു നോക്കുകയായിരുന്നു. ഓ, എന്റെ പെരുമാറ്റം കണ്ട് ഭാമാകപ്പാട് അന്തപ്പെടുത്തിക്ക. എന്റെ അഭിനയം ഏറ്റു എന്നല്ലേ അതിനർത്ഥം? അതിപ്പോ സാർ എന്താണ് പറഞ്ഞതെന്നോ വക്കീൽ എന്താണോ തിരിച്ചു പറഞ്ഞതെന്നോ അറിയാതെ ഞാൻ എല്ലാം ഭംഗിയായി തന്നെ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞു. ഭാമയുടെ മുന്നിൽ അങ്ങനെ അഭിനയിക്കാമെങ്കിൽ പിന്നെ ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കാനാണോ പാട്? ഒക്കെ ഞാൻ ഏറ്റു. ആ, നാളെ എത്ര മണിക്കാണ് എന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്? അത് പിന്നെ സാറേ അത് വൈകുന്നേരം പതിവില്ലാത്തൊരു വരവ്. ജോണിക്കുട്ടിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ? കിട്ടി. ജോണിക്കുട്ടിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അവൻ ഓഫീസിൽ പോയി വാങ്ങിച്ച്. ഞാൻ വന്നത് ഉത്തമൻ വന്നത് എന്തിനാണ് എന്നറിഞ്ഞാൽ ഭാമേ നീ ഏറ്റു. ഓ അതെ, അത് തന്നെ സാറേ. പക്ഷേ ഒരു കാര്യം ഉത്തമ, ആ ഒരു കാര്യം ചെയ്യ്. ഉത്തമൻ വന്ന കാര്യം ഉത്തമൻ തന്നെ ഭാമയോട് പറഞ്ഞു കൊടുത്തു. അത് ഉത്തമന്റെ വായിൽ നിന്ന് എന്നെ ഭാമ കേൾക്കണം. ഞാൻ പറയണോ അല്ലേ? പറഞ്ഞോ? എന്താ ഉത്തമ, എന്തോ വലിയൊരു വിശേഷം അല്ല, ഉണ്ടല്ലോ. വിശേഷം തന്നെയാണ്. സംഭവം എന്താന്ന് വെച്ചാല് ആ. ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്ന സിനിമയില് ഒരു നല്ല വേഷം ചെയ്യാൻ നടൻ ഗോപകുമാർ വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പുള്ളിക്കാരന് ഇന്നലെ ഭയങ്കര പനി. അതുകൊണ്ട് ആ വേഷം ചെയ്യാൻ നാട്ടിൽ നിന്ന് ആരെങ്കിലും കിട്ടുമോ എന്നും പ്രൊഡക്ഷൻ മാനേജർ സുഗുണ സാറ് എന്റെ അടുത്ത് ചോദിച്ചു. ഈ മോഹനയുടെ സാറാകുമ്പോ ആള് സുന്ദരനാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് നാടകത്തിലൊക്കെ അഭിനയിച്ച് സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാനത് സാറിനോട് ചോദിച്ചു. ആദ്യം അഭിനയിക്കൂല എന്നൊക്കെ പറഞ്ഞെങ്കിലും സാറ് സമ്മതിച്ചു. മോഹനേട്ടനോ? അതെ. ആ അഭിനയത്തിന്റെ റിഹേഴ്സലാണ് കുറച്ചു മുന്നേ നീ കണ്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു? ആദാസലായിരുന്നു. അതുപോലെ തന്നെയാണ് അഭിനയിക്കാൻ പോണേ. അത് ഞാൻ നാളെ കാണിച്ചു തരാം. ഉത്തമ, നാളെ എത്ര മണിക്ക് എന്നെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്? രാവിലെ 11 മണിക്ക് തുടങ്ങും. 11 മണിക്ക്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് സാറേ. എന്ത്? പനിയായിട്ട് കിടപ്പിലായിരുന്ന ഗോപകുമാർ നാളെ തന്നെ തിരിച്ചെത്തും. ഇപ്പോഴാണ് ഫോൺ വിളിച്ച് പറഞ്ഞത് നാളെ രാവിലെ അയാൾ വരുമെന്ന് പറഞ്ഞ്. അത് കേട്ട പാടെ അറിയിക്കാൻ വേണ്ടി ഞാൻ ഓടി പോരുകയായിരുന്നു. എനിക്ക് പോയിട്ട് ഒരുപാട് തിരക്കുണ്ട്. ഞാൻ പോന്നേ. മോനേട്ടാ, മോനേട്ടാ, ഏ മോനേട്ടാ, ഉത്തമ, ഉത്തമ, ഏ, ഉത്തമ പോയി. കളിയാക്കുന്നോ? ഉത്തമനെ വെച്ചിട്ടുണ്ട്. എന്നെ കളിയാക്കിയാണ് ഉത്തമൻ. യോ, അത് പോട്ടെ. സിനിമയാകുമ്പോ അങ്ങനെയൊക്കെയല്ലേ. എന്തായാലും മോഹനേട്ടൻ ഒരു ഭയങ്കര നടൻ തന്നെയാന്ന് എനിക്ക് മനസ്സിലായില്ലേ. ഭാര്യയോട് സ്നേഹപൂർവ്വം സംസാരിക്കാനും പെരുമാറാനും ഒക്കെ വേണമെന്ന് വെച്ചാ പറ്റും അല്ലേ? ഇനിയിപ്പോ ആ സിനിമയുടെ കാര്യം വിട്. അവരത് ഷൂട്ട് ചെയ്യോ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ കാര്യം നോക്കൂടെ? അതെ മോനേട്ടാ, മോനേട്ട നേരത്തെ വിളിച്ചില്ലേ? അതൊന്നോട് വിളിക്കോ? നേരത്തെ എന്നെ വിളിച്ചില്ലേ ശർക്കരേന്ന്? അതുപോലെ പറയുന്നു. സിനിമയിൽ അഭിനയിച്ച് പണമുണ്ടാക്കാമെന്ന മോഹമൊന്നും വില്ലേജ് ഓഫീസർക്ക് ഉണ്ടാവാനിടയില്ല. പക്ഷേ സിനിമാ നടനായാൽ കിട്ടാൻ സാധ്യതയുള്ള പ്രശസ്തി കക്ഷിയെ ചെറുതായി മോഹിപ്പിച്ചു എന്ന് വേണം കരുതാൻ. എന്തായാലും മോഹനകൃഷ്ണന്റെ സിനിമാ മോഹം വഴിയിൽ വച്ച് വടികുത്തി പിരിഞ്ഞ നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.